ശ്രീ രാഹുൽ ഗാന്ധിയെ, അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, പാർലമെന്ററി രേഖകളിൽ ഉൾപ്പെടെ പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം രാഹുൽ ഗാന്ധി എന്നാണ്. രാഹുൽ ഗാന്ധി അപമാനിക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മാന്യത പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ജനൻ ടി വി റെസ്പോൺസിബിൾ മീഡിയ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേര് രാഹുൽ വിൻസി എന്നാണ്. രാഹുൽ വിൻസി എന്നാണ് ഒഫീഷ്യൽ നെയിം പാസ്പോർട്ടില്. അത് സംഘപരിവാറിന്റെ പാഠശാലകളിൽ പറഞ്ഞാൽ മതി, ഇതുപോലെയുള്ള പബ്ലിക് മീഡിയ. പാസ്പോർട്ട് കാണിക്കും, ധൈര്യം പാസ്പോർട്ട് കാണിക്കും. അതിലെവിടെ ഗാന്ധി ഉള്ളത്? ഇല്ല, നിങ്ങളുടെ പ്രധാനമന്ത്രി, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഉണ്ട്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി അത് പറയട്ടെ. ഞാൻ പറയട്ടെ, ഗാന്ധിയായിട്ട് എന്ത് ബന്ധമാണ്? ഗാന്ധിയായിട്ട് എന്ത് ബന്ധമാണ് ഇദ്ദേഹത്തിന്? അല്ല, അദ്ദേഹത്തിന് ഫിറോസ് ഷാ ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ പിതാവ് ഫിറോസ് ഷാ ഗാന്ധി. ഫിറോസ് ഷാ ഗാന്ധിയാണ്, ഫിറോസ് ഷാ ഗാന്ധിയല്ല. ഫിറോസ് ഷാ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ പേര്. സുഹൃത്ത്, നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കാതെ. ഞാൻ ചരിത്രം പഠിച്ചാണ് നിങ്ങൾ ഫിറോസ് ഷാ ഗാന്ധി എന്ന് തന്നെയാണ്. ഗാന്ധിയല്ല, ഗണ്ഡിയാണ്. ഫിറോസ് ഷാ ഗണ്ഡിയാണ് അയാൾ. ഫിറോസ് ഷാ ഗാന്ധി എന്ന് തന്നെയാണ്. മഹാത്മാ ഗാന്ധിയുടെ ഗാന്ധി അല്ലാതെ ഫിറോസ് ഷാ ഗാന്ധി എന്ന് തന്നെയാണ്. നിങ്ങൾ ഇതൊക്കെ ഫിറോസ് ഷാ ഗണ്ഡി, അത് നിങ്ങളുടെ തന്ത്രമാണ്. ഗാന്ധിയെ വ്യാഖ്യാനിക്കുന്നത് ഗാന്ധിയുടെ പേര് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കുക. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം പോലും ഉപയോഗിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് സംഘപരിവാറിന്റെ വ്യാഖ്യാനം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതാവിന്റെ പാസ്പോർട്ട് കൈവശമുണ്ടോ? അദ്ദേഹത്തിന് പാസ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹം അത് വെച്ചാണ് പബ്ലിക് ഡൊമൈൻ. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് രാഹുൽ വിൻസി എന്നാണ്. എവിടെ ഗാന്ധി വന്നത്? അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അതൊരു കുടുംബ പേരായിട്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ബന്ധുക്കളാണോ? ഇവിടെ ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ട്. അങ്ങ് ആ പേര് ഇവിടെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ ഇവിടെ അങ്ങോട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.